നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കും സഞ്ജുവിനും ഇടയ്ക്ക് സ്വാതി മാത്രമേ തടസ്സമായിട്ടുള്ളൂ എന്ന് ഞാൻ കരുതിയത്. പക്ഷെ എന്റെ മുന്നിലെ ഏറ്റവും വലിയ പ്രതിബന്ധം ഇപ്പൊ അമ്മുവാ. സഞ്ജു സ്വാതിയെ സ്നേഹിച്ചെന്നേ ഉള്ളൂ, പക്ഷെ അമ്മുവിന്റെ ഭർത്താവാ സഞ്ജു. മോളെ, ആ കല്യാണത്തെ പറ്റി മോളുടെ മമ്മി വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞതാ. ഒരാപത്ഘട്ടത്തിൽ നിന്ന് അമ്മൂനെ രക്ഷിക്കാനാ സഞ്ജു അങ്ങനെ ഒരു താലികെട്ടിന് തയ്യാറായത്. അത് മാത്രമാണെങ്കിൽ അവൾ ഇങ്ങനെ മംഗലശ്ശേരിയിലെത്തി. അത് സ്വാതി വഴിയല്ലേ? അവള് സ്വാതിയുമായി സൗഹൃദം സ്ഥാപിച്ചു. അതുവഴി അവള് മംഗലശ്ശേരിയിൽ കയറി പറ്റിയത്. സഞ്ജുവിന് ആ പെണ്ണുമായി രഹസ്യബന്ധമുണ്ടെന്ന് മോള് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ സ്വാതി ഇല്ലാതെ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് പിടിവാശിയുമായി സഞ്ജു വീട്ടുകാർക്ക് മുമ്പിൽ നിൽക്കില്ലായിരുന്നു. പ്രഭാചന്ദ്രൻ തന്നെ പറഞ്ഞല്ലേ സഞ്ജു അമ്മുവിനെ വിവാഹം കഴിക്കട്ടെ എന്ന്. ആ സംസാരം പുറത്തു നിന്ന് മോള് കേട്ടതുവാ. എന്താ മോളുടെ തീരുമാനം? കല്യാണം വേണ്ടാന്ന് വെക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് മോള് മമ്മിയോട് പറഞ്ഞാ മതി. ഒരിക്കലുമില്ല. എനിക്ക് ഈ അറിവ് സഞ്ജുവിന്റെ മേലുള്ള ഒരു കടിഞ്ഞാണാണ്. താൻ എത്ര കേമനല്ലെന്ന് സഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ ഇതിൽ കൂടുതൽ എന്ത് വേണം മല്ലികന്റെ? സ്വാതിയോടുള്ള വിശുദ്ധ പ്രണയത്തിന്റെ കഥ പറയാൻ തുടങ്ങുന്ന സഞ്ജുവിന്റെ നാവടക്കം ഞാൻ. ഇപ്പോഴാ ശരിക്കും മമ്മിയുടെ മോളായത്. എന്റെ മുന്നിൽ സഞ്ജുവിന് പിന്നീട് എന്ത് വിലയുള്ളത്? സഞ്ജുവിനേക്കാൾ 2 പടി മുകളിൽ ഞാൻ നിൽക്കും. ഞാൻ ജീവിതത്തിൽ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. ആ പ്രണയം സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷെ സഞ്ജുവോ, ഒരു പെണ്ണ് മനസ്സിലുള്ളപ്പോ തന്നെ കളിയായിട്ടാണെങ്കിലും മറ്റൊരുത്തിയെ താലി കെട്ടാൻ തയ്യാറായി. എന്റെ ഒരു ചോദ്യത്തിനും സഞ്ജുവിന് ഉത്തരം ഉണ്ടാവില്ല. ഈ സത്യം മംഗലശ്ശേരിയിലുള്ളവരറിഞ്ഞ അതെനിക്ക് ഗുണകരമാവോന്ന് ആലോചിക്കണം. മല്ലികന്റെ എന്ത് പറയുന്നു? അതിപ്പോ വേണ്ട മോളെ. കല്യാണം കഴിയുന്നതുവരെ അവിടെ ആരും ഈ രഹസ്യം അറിയാൻ പാടില്ല. അറിയുന്നതല്ലേ നല്ലത്. അമ്മൂനെ പിന്നെ അവരാ പടി ഏറ്റു. സ്വാതിയും ഈ സത്യം അറിയേണ്ടതല്ലേ? മോള് പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ ഇതൊരാഘോഷാക്കേണ്ട കാര്യമല്ല. നമ്മൾ കരുതുന്നതിന്റെ വിപരീത ഫലം ചിലപ്പോ ഉണ്ടായെന്ന് വരും. അമ്മൂനെ ചെറുക്കാൻ ചിലപ്പോ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ശ്രീദേവി സ്വന്തം മകളായിട്ട് അമ്മൂനെ സ്നേഹിക്കുന്നത്. മോളുടെ മമ്മി പോലും മംഗലശ്ശേരിയെ തകർക്കാൻ കഴിയുന്ന ഒരു അസ്ത്രമായിട്ടും എടുത്ത് പ്രയോഗിക്കാത്തത് അതുകൊണ്ടാ. വീണ്ടു വിചാരമില്ലാതെ മോൾ അങ്ങനെ ഒരു സാഹസത്തിന് പോകരുത്. ഇല്ല ആന്റി, എനിക്കതിപ്പോ നല്ലതിനല്ലെന്ന് മനസ്സിലായി. വിവാഹം ഒന്ന് കഴിയട്ടെ, പിന്നെ മോക്കിത് നന്നായിട്ടെടുത്ത് പ്രയോഗിക്കാം. സ്വാതി ജീവിതത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സഞ്ജുവിനായിരിക്കും. ഞാനത് ചെയ്യും. പിന്നീട് സ്വാതി എന്ന പേര് പോലും സഞ്ജുവിന്റെ മനസ്സിലുണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.